നമസ്കാരം. 2017 ഏപ്രിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ കൂടാതെ ഹൃദയത്തിൻ്റെ തകരാറിലായ വാൽവുകൾ മാറ്റിവെക്കുന്ന ചികിത്സയായ ടാവി അഥവാ ട്രാൻസ് കാത്തറ്റർ അയോർട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ എന്ന ചികിത്സ ഞങ്ങളുടെ ഹാർട്ട് ടീം ചെയ്യുന്നത്. 74 വയസ്സുള്ള ഒരു രോഗിയിലായിരുന്നു ഈ ചികിത്സ ആദ്യമായി ചെയ്തത്. ഹൃദയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാൽവുകളിലൊന്നായ അയോർട്ടിക് വാൽവ് ഗുരുതരമായ രീതിയിൽ കാൽഷ്യം അടിഞ്ഞ് സിവിയർ അയോർട്ടിക് സ്റ്റെനോസിസ് എന്ന രോഗാവസ്ഥ എത്തുമ്പോഴാണ് ഇത്തരം ചികിത്സയെക്കുറിച്ച് നാം ആലോചിക്കാറുള്ളത്. പലപ്പോഴും ഇത്തരം രോഗികളിൽ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് മേജർ ഒരു അനസ്തീഷ്യ ചെയ്യാൻ ദുഷ്കരമായിരിക്കും. ഇത്തരം രോഗികളിലാണ് ആദ്യഘട്ടങ്ങളിൽ പരീക്ഷണാർത്ഥത്തിൽ ഓപ്പറേഷൻ ഇല്ലാതെ വാൽവ് എങ്ങനെ മാറ്റിവെക്കാമെന്നുള്ള ചികിത്സ ചെയ്തിരുന്നു. ഇന്നലെ ഞാൻ ആ രോഗിയെ കാണാനിടയായി. 7 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ ആക്റ്റീവാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്കോയിൽ ഹൃദയത്തിൻ്റെ വാൽവ് വളരെ നല്ല രീതിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഡോക്ടർ ഷഫീഖ് മാട്ടുമ്മൽ, കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവിയാണ്. 2002 ആദ്യമായി ലോകത്ത് ഈ ചികിത്സ ചെയ്യുന്നത്. ഫ്രാൻസിലെ റോൺ എന്ന പട്ടണത്തിൽ ഡോക്ടർ അലൻ ക്രിബിയർ എന്ന ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റാണ് ആദ്യമായിട്ട് മനുഷ്യനിൽ വിജയകരമായി ഈ ചികിത്സ ചെയ്തത്. അതിൻ്റെ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രൊഫസർ ക്രിബിയർ ഈ ഒരു ഡ്രീമുമായിട്ട് നടക്കുകയായിരുന്നു. പലപ്പോഴും ബലൂൺ ചികിത്സ മാത്രം നൽകി ചുരുങ്ങിയ അയോർട്ടിക് വാൽവിനെ വിടർത്താനുള്ള ശ്രമങ്ങൾ ഇനീഷ്യലി നടത്തി. പക്ഷേ പലപ്പോഴും ഒരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് അതിൽ കിട്ടാത്തത് കാരണം ആ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോഴാണ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റിയിലെ സ്റ്റെൻറ്റ് ടെക്നോളജി വികസിക്കുന്നതും അതേപോലെ ഒരു മെറ്റാലിക് സ്കഫോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഒരു ടിഷ്യൂ വാൽവിനെ ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റിക്കൂടാ എന്നുള്ള ഐഡിയ ഈ ഡോക്ടർക്ക് തോന്നുന്നത്. അദ്ദേഹം പല കമ്പനികളെ അപ്രോച്ച് ചെയ്തു. എല്ലാവരും പറഞ്ഞു അതൊരു ക്രേസി ഐഡിയയാണ്, ഇങ്ങനൊരു ഓപ്പറേഷൻ ചെയ്ത് തുന്നി പിടിപ്പിക്കാതെ ആ വാൽവ് അവിടെ നിൽക്കില്ല എന്നുള്ളതാണ് ഒരു അനുമാനമായിട്ട് പലരും പറഞ്ഞത്. ഡോക്ടർ തൻ്റെ പരീക്ഷണങ്ങൾ മൃഗങ്ങളിലൂടെ തുടർന്നു. അദ്ദേഹം ആക്ച്വലി ഒരു മെറ്റാലിക് സ്കഫോൾഡിൽ സ്വന്തമായി വാൽവ് ഉണ്ടാക്കിയിട്ട് പന്നിയുടെയും മറ്റു മൃഗങ്ങളുടെയും ഹാർട്ടിൽ പിടിപ്പിച്ചതിന് ശേഷം ദിവസങ്ങളോളം തൂക്കിയിടുമായിരുന്നു. അപ്പോൾ കാൽഷ്യം അടിഞ്ഞ ആ വാൽവ് മെറ്റാലിക് സ്കഫോൾഡ്, മെറ്റാലിക് റിങ് വെച്ചിട്ട് അത് വാൽവ് അവിടെ നിൽക്കൂ എന്നുള്ള പരീക്ഷണം സ്വയം ചെയ്തിട്ടാണ് ഡോക്ടർ അതിൻ്റെ ഒരു വാലിഡിറ്റി ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ചില കമ്പനികൾ ഇതിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും പിന്നെ ഉണ്ടായ ഒരു 2002 ശേഷവും അടുത്ത ഒരു 8 വർഷത്തിനുള്ളിൽ നമുക്ക് തുടരെ പഠനങ്ങൾ വന്നു. ഏകദേശം 2010 ആകുമ്പോഴേക്കും ഇതൊരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൽ ഇത് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ആയിട്ട് മാറി. അതിനുശേഷം 2 ഡിഫറെൻറ്റ് വാൽവ് പ്ലാറ്റ്ഫോമുകൾ പ്രചാരത്തിൽ വരികയും അതുപോലെ ഈ വാൽവുകളെ വീണ്ടും മീഡിയം റിസ്ക് ഉള്ളവരിലും അതുപോലെ ലോ റിസ്ക് ഉള്ളവരിലും പഠനങ്ങൾ നടത്തി അടുത്ത 8 വർഷത്തിൻ്റെ ഉള്ളിൽ ഇതൊരു സ്റ്റാൻഡേർഡ് ഓഫ് തെറാപ്പി ആയിട്ട് മാറി. 2019 അമേരിക്കയിലെ FDA അയോർട്ടിക് വാൽവ് സ്റ്റെനോസിസ് ഉള്ള 65 വയസ്സിന് മേലെയുള്ള ഏത് രോഗിക്കും ടാവി എന്ന ചികിത്സ ഓഫർ ചെയ്യാമെന്നുള്ള ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവന്നു. 2016 ഒരു ഇന്ത്യയിൽ ആദ്യമായിട്ട് ടാവി വാൽവ് അപ്ലൈ ചെയ്യുന്നത്. 2017 ആണ് കേരളത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ കോപ്പൻഹേഗൻ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അതിനുശേഷം വളരെ റെഗുലറായിട്ട് ഈ ഒരു ടാവി ചികിത്സാ പദ്ധതി ഞങ്ങളുടെ ഹാർട്ട് ടീം നടത്തി വരുന്നു. ഇനി നമുക്കറിയേണ്ട ആർക്കാണ് ഈ ടാവി എന്ന ചികിത്സ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത്. അയോർട്ടിക് സ്റ്റെനോസിസ് പലപ്പോഴും പ്രായമായവരിൽ കാണുന്നൊരു അസുഖമാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും മഹാധമനിയിലേക്ക് പോകുന്ന സ്ഥാനത്തുള്ള അയോർട്ടിക് വാൽവ്, നോർമലി ആ വാൽവിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സിസ്റ്റോളിയ, അതായത് രക്തം പമ്പ് ചെയ്യുമ്പോൾ അത് പരിപൂർണമായി ഓപ്പൺ ചെയ്യുകയും രക്തം പമ്പ് ചെയ്യാത്ത സമയത്ത് പരിപൂർണമായി ക്ലോസ് ചെയ്യുകയും വേണം. അപ്പോൾ പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ജന്മന ബൈക്കസ്പിഡായ 2 ദളങ്ങളുള്ള വാൽവ് ആകുമ്പോൾ ഈ ഒരു വാൽവിൽ കാൽഷ്യം അടിഞ്ഞ് ഇതിൻ്റെ തുറക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരും. അതിനെയാണ് നമ്മൾ അയോർട്ടിക് സ്റ്റെനോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു 3 ഗ്രേഡിലാണ് നമ്മളത് എക്കോകാർഡിയോഗ്രാഫിൽ അത് ഡയഗ്നോസ് ചെയ്യുന്നത്. ഗ്രേഡ് 1, ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 3. 3ാമത്തെ ഗ്രേഡ് ആകുമ്പോഴാണ് പലപ്പോഴും രോഗികൾക്ക് ആദ്യ ലക്ഷണങ്ങൾ വന്നു തുടങ്ങും. എന്തൊക്കെയാണ്
ഈ അയോട്ടിക് സ്റ്റെനോസിസിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. പലപ്പോഴും നടക്കുമ്പോൾ ഒരു ക്ഷീണം, നടക്കുമ്പോൾ അല്ലെങ്കിൽ സാധാരണയിൽ കവിഞ്ഞുള്ള കയറ്റം കയറുമ്പോൾ, പെട്ടെന്ന് ഓടുമ്പോൾ ഒക്കെ ഒരു കിതപ്പ് അല്ലെങ്കിൽ നെഞ്ഞത്തൊരു പിടുത്തം അല്ലെങ്കിൽ വേദന, ഈ ലക്ഷണങ്ങളുമായിട്ടായിരിക്കും പലപ്പോഴും ഡോക്ടറുടെ അടുത്ത് രോഗികൾ എത്തുന്നത്. അപ്പോൾ 60-65 വയസ്സിന് ശേഷം ഇങ്ങനത്തെ ലക്ഷണങ്ങളും ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു വാൽവിൻ്റെ പ്രവർത്തനം, അയോട്ടിക് വാൽവ് മാത്രമല്ല ഹാർട്ടിൻ്റെ എല്ലാ വാൽവുകളുടെയും പ്രവർത്തനം എങ്ങനെയുണ്ട് എന്നുള്ളത് എക്കോയിലൂടെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. പെട്ടെന്നുള്ള ബോധക്ഷയമുള്ള ആളുകളിൽ ഈ വാൽവ് പരിശോധന വളരെ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അയോട്ടിക് സ്റ്റെനോസിസുള്ള ഒരു പേഷ്യൻറ്റിനെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ECGയും എക്കോകാർഡിയോഗ്രാമും ചെയ്തതിന് ശേഷം വാൽവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ഗ്രേഡുണ്ട്. അപ്പോൾ ഗ്രേഡ് 3 എത്തിയ രോഗികളെ മാത്രമാണ് നമ്മൾ ചികിത്സയ്ക്കായിട്ട് ഓപ്പറേഷൻ പോലത്തെ ചികിത്സകൾക്ക് വേണ്ടി ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്നീ ഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മൾ അവരെ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്താൽ മതി. എല്ലാ 6 മാസം കൂടുമ്പോഴും എക്കോകാർഡിയോഗ്രാഫി ചെയ്യുക, അതുപോലെ വാൽവിൽ അണുബാധ വരാതിരിക്കാനുള്ള ചില മുൻകരുതലുകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. എന്നാൽ ഗ്രേഡ് 3 അങ്ങനെയല്ല. ഗ്രേഡ് 3 ലക്ഷണങ്ങളുള്ള രോഗികൾക്ക് നിർബന്ധമായിട്ടും വാൽവ് മാറ്റിവെക്കേണ്ടതുണ്ട്. സിവിയർ അയോട്ടിക് സ്റ്റെനോസിസുള്ള രോഗിക്ക് ടാവി വേണം എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഇതൊരു ടീം ഡിസിഷനാണ്. നമ്മൾ ഹാർട്ട് ടീം കൺസെപ്റ്റ് പ്രധാനമായിട്ടും കൊണ്ടുവരുന്ന ഈ അയോട്ടിക് വാൽവ് ഡിസീസാണ്. സോ ഈ ടീമിൽ കാർഡിയോളജിസ്റ്റ്, കാർഡിയക് അനസ്തെറ്റിസ്റ്റ്, അതുപോലെ കാർഡിയക് സർജൻ, ഈ 3 പേർ ഒന്നിച്ചിരുന്ന് ഈ പർട്ടിക്കുലർ വാൽവിൻ്റെ അതുപോലെ ആ രോഗിയുടെ ഓപ്പറേഷൻ്റെ റിസ്ക് അസസ് ചെയ്യുന്നു. അപ്പോൾ ആ റിസ്ക് ഡിഫൈൻ ചെയ്തതിന് ശേഷം ലോ, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഹൈ റിസ്ക്, ഈ 3 ഘട്ടങ്ങളിലാണ് ഏതിലാണ് നമ്മുടെ രോഗിയുള്ളത്, അതിനനുസരിച്ചിട്ടാണ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ടാവി ചികിത്സ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സിവിയർ കാൽഷ്യമുള്ള, അമിതമായി കാൽഷ്യം അടങ്ങിയിരിക്കുന്ന എല്ലാ രോഗികൾക്കും നമുക്ക് ടാവി ചികിത്സ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ടാവി ചികിത്സ ചെയ്യുന്നതെന്ന് നോക്കാം. 2017 ഞങ്ങളിത് തുടങ്ങുമ്പോൾ ജനറൽ അനസ്തീഷ്യ ചെയ്ത് ആർട്ടീരിയോടോമി അഥവാ ചെറിയൊരു ഓപ്പൺ സർജറിയിലൂടെ രക്തക്കുഴലിനെ ഓപ്പൺ ചെയ്തിട്ടാണ് ആദ്യമായിട്ട് ചെയ്തിരുന്നത്. എന്നാൽ കുറച്ച് കേസുകൾക്ക് ശേഷം തന്നെ പരിപൂർണമായിട്ടും ഓപ്പൺ ചെയ്യാതെ ഒരു ആൻജിയോപ്ലാസ്റ്റിക് നമ്മൾ എങ്ങനെയാണോ ട്യൂബ് രക്തക്കുഴലിലൂടെ കയറ്റിവിടുന്നത് അതേ രീതിയിൽ അതിനേക്കാൾ ഇത്തിരി വലിയ ട്യൂബ് കടത്തിവിട്ട് കോൺഷ്യസ് സെഡേഷനിൽ, അതായത് രോഗിയെ പരിപൂർണമായി ബോധം കെടുത്താതെ ഓപ്പറേഷൻ ചെയ്യുന്ന ടെക്നോളജിയിലേക്ക് മാറി. ഇപ്പോൾ ലോകത്ത് മെജോറിറ്റി സെൻറ്ററുകളിലും ഓപ്പറേഷൻ അനസ്തീഷ്യ കൂടാതെയാണ് ഇപ്പോൾ ടാവി ചെയ്യുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ പല രോഗികളിലും അനസ്തീഷ്യക്ക് റിസ്ക് കൂടിയ ആളുകളാണ്. 2, റിക്കവറി വളരെ ഫാസ്റ്റാണ്. 4 മണിക്കൂറിന് ശേഷം തന്നെ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാനും മൂത്രമൊഴിക്കാനും അതുപോലെ ഭക്ഷണം കഴിക്കാനും സാധിക്കുന്നു. 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ പുതിയ പഠനങ്ങൾ നടക്കുന്നത് രാവിലെ ടാവി കഴിഞ്ഞാൽ എങ്ങനെ രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്നുള്ള പഠനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇനി വരും കാലങ്ങളിൽ ചിലപ്പോൾ ഡേ കെയർ ആയിട്ട് വരെ നമുക്ക് ടാവി എന്ന ചികിത്സ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. എങ്ങനെ ടാവി പ്ലാൻ ചെയ്യാം? ടാവി പ്ലാനിങ്ങിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ടാവി പ്ലാനിങ്ങിൻ്റെ ആദ്യഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ CT സ്കാനാണ്. എക്കോകാർഡിയോഗ്രാഫിയിൽ നമ്മൾ സിവിയർ അയോട്ടിക് സ്റ്റെനോസിസ് എന്ന അസുഖം കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത ഘട്ടം ഒരു കോൺട്രാസ്റ്റ് ഉപയോഗിച്ചുള്ള CT സ്കാനാണ്. ഈ CT സ്കാനിലൂടെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. 1, വാൽവിൻ്റെ ഘടന. ഈ വാൽവ് എങ്ങനെയാണ്, 3 ദളങ്ങളുള്ളതാണോ 2 ദളങ്ങളുള്ളതാണോ? 2, അതിൻ്റെ അളവുകൾ, അതിനോട് അനുബന്ധിച്ച് കൊറോണറി ആർട്ടറിയുടെ സ്ഥാനം. ഈ ഡീറ്റെയിൽസൊക്കെ നമുക്ക് CTയിൽ കിട്ടിയതിന് ശേഷം നമുക്ക് ആക്ച്വലി 3D സോഫ്റ്റ്വെയറിൽ സങ്കല്പിക്കാൻ പറ്റും ഒരു ടാവി വാൽവ് അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അത് ബിഹേവ് ചെയ്യും. അത് നമുക്ക് സോഫ്റ്റ്വെയറിലൂടെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഇപ്പോഴുണ്ട്. അതിനു പുറമെ CT സ്കാനിൽ മറ്റ് രക്തക്കുഴൽ, അയോട്ടയുടെ ഘടന എങ്ങനെയുണ്ട്, അതുപോലെ കാലിലെ രക്തക്കുഴലിൻ്റെ സൈസ് എത്രയുണ്ട്, അതിൽ കാൽഷ്യം ഉണ്ടോ, അതിൽ ബ്ലോക്ക് ഉണ്ടോ, ഇതെല്ലാം അറിഞ്ഞാൽ നമുക്ക് ടാവി വാൽവ് കൊണ്ടുപോകാനും എത്ര സുഗമമായി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാൻ പറ്റും. CT സ്കാൻ കണ്ടതിന് ശേഷം കാർഡിയോളജിസ്റ്റ് പറയും ഈ ഒരു ടാവി ഈ ഒരു ടൈപ്പ് വാൽവിന് സൂട്ടബിളാണ് എന്നുള്ളത്. അതിനുശേഷമാണ് നമ്മൾ
ആക്ച്വൽ പ്രൊസീജിയറിലേക്ക് കടക്കുന്നത്. ടാവി എന്ന പ്രൊസീജിയർ ഇപ്പോൾ വളരെ ലളിതമായിരിക്കുകയാണ്. ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ മാത്രമേ ഈ പ്രൊസീജിയറിന് ഇപ്പോൾ ആവശ്യമായി വരാറുള്ളൂ. അനസ്തീഷ്യ വളരെ ലൈറ്റായിട്ടേ കൊടുക്കാറുള്ളൂ. പലപ്പോഴും ലോക്കൽ അനസ്തീഷ്യയും ചെറിയ മൈൽഡ് സെഡേഷനും മാത്രമേ രോഗികൾക്ക് ആവശ്യം വരാറുള്ളൂ. അതിനുശേഷം ആദ്യമായി ചെയ്യുന്നത് കാലിലെ രക്തക്കുഴലിൽ ഈ നമ്മുടെ ട്യൂബ് ഇടുക എന്നുള്ളതാണ്. കാലിലെ രക്തക്കുഴലിൽ ട്യൂബ് ഇട്ടതിന് ശേഷം കാൽഷ്യം അടിഞ്ഞ അയോട്ടിക് വാൽവിൻ്റെ അവിടേക്ക് നമ്മളൊരു വയർ കൊണ്ടുപോകുന്നു. ആ വയറിലൂടെ ഒരു ബലൂൺ കൊണ്ടുപോയിട്ട് ആദ്യം ഈ കാൽഷ്യത്തിനെ ബലൂൺ കൊണ്ട് വികസിപ്പിച്ച് വിടർത്തി ഒരു വാൽവ് അവിടെ കൊണ്ടുപോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കി വയ്ക്കും. ഇതെല്ലാം ഒരു ബീറ്റിംഗ് ഹാർട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. പലപ്പോഴും ചില രോഗികൾ വളരെ കോൺഷ്യസ് ആണെങ്കിൽ അവർക്ക് കാണാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ലോഡ് ചെയ്ത വാൽവ് പല രൂപത്തിൽ വരുന്നുണ്ട്. ഒന്ന് ബലൂണിൻ്റെ മേലെ ലോഡ് ചെയ്യുന്നതും അതുപോലെ ഒന്ന് സെൽഫായിട്ട് ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ ലോഡ് ചെയ്യുന്നതും. രണ്ട് മെക്കാനിസം ആണെന്നേ ഉള്ളൂ. രണ്ടിൻ്റെയും പ്രവർത്തനം, നിക്ഷേപിച്ചതിന് ശേഷമുള്ള പ്രവർത്തനം സെയിം ആയിരിക്കും. ഈ വാൽവിനെ നമ്മൾ ഇതിന് ഒരു ട്യൂബിലൂടെ അല്ലെങ്കിൽ ബലൂണിന് ചുറ്റും ലോഡ് ചെയ്തതിന് ശേഷം ഈ കാലിലെ രക്തക്കുഴലിലൂടെ നമ്മൾ ആദ്യം വെച്ച ട്യൂബിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോയി നേരത്തെ വികസിപ്പിച്ച് വെച്ച അയോട്ടിക് വാൽവിൻ്റെ അവിടെ പൊസിഷനിൽ നോക്കിയിട്ടാണ് നമ്മൾ ഇത് വിക്ഷേപിക്കുന്നത്. വാൽവ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എക്കോകാർഡിയോഗ്രാഫി അല്ലെങ്കിൽ ആൻജിയോഗ്രാഫിയിലൂടെ ഇതിൻ്റെ പ്രവർത്തനം ഉടനെ തന്നെ നമുക്കറിയാണ്. അതായത് പുതിയ വാൽവ് വെച്ചതിന് ശേഷം പുതിയ വാൽവ് അടുത്ത സെക്കൻഡ് മുതൽ പുതിയ വാൽവിൻ്റെ ടിഷ്യൂ ആണ് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉടനെ തന്നെ പ്രഷർ ഗ്രേഡിയൻറ്റ് കിട്ടി അയോട്ടിക് സ്റ്റെനോസ് പരിപൂർണമായിട്ട് മാറിയതായിട്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ ഓൺ ടേബിൾ നമുക്ക് മനസ്സിലാവും. പഴയ വാൽവിനെ ടാവിയിലൂടെ എടുത്തു മാറ്റുന്നില്ല. അതിനെ ആക്ച്വലി സൈഡിലേക്ക് വകഞ്ഞു മാറ്റിയിട്ട് പുതിയ വാൽവിൻ്റെ ടിഷ്യൂ കൊണ്ട് പ്രസ് ചെയ്ത് നിർത്തുകയാണ്. ഏറെക്കുറെ ആൻജിയോപ്ലാസ്റ്റിയിൽ നമ്മൾ ബ്ലോക്കിനെ മാറ്റുന്ന പോലെ തന്നെ. ഇമ്മീഡിയറ്റ്ലി ഈ പുതിയ വാൽവ് വർക്ക് ചെയ്ത് നോക്കും. അത് എക്കോയിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ പ്രഷർ റെക്കോർഡിങ്ങിലൂടെയും നമുക്ക് മനസ്സിലാവും ഈ വാൽവ് നോർമലി ആയിട്ടുണ്ട്, അതിന് ലീക്കില്ല, അതിൻ്റെ സ്ഥാനം പെർമനൻ്റ് ആണ്, അത് സ്റ്റേബിളാണ് എന്ന് മനസ്സിലാകും. അപ്പോൾ അതിനുശേഷം ഈ കാലിലെ ട്യൂബ് നമ്മൾ റിമൂവ് ചെയ്ത് അതുപോലെ ഓപ്പൺ ചെയ്യാതെ സ്യൂച്ചറിങ് ചെയ്യുന്ന മെക്കാനിസത്തിലൂടെ ആ ദ്വാരവും അടയ്ക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ആക്ച്വലി വിത്തിൻ 1 hour രോഗിക്ക് നടക്കാം, ഭക്ഷണം കഴിക്കാം. ടാവി കഴിഞ്ഞ രോഗി എങ്ങനെയാണ് ഫർദർ ഫോളോ അപ്പ് ചെയ്യുന്നത്? നമ്മുടെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ടാവി കഴിഞ്ഞാലും രക്തം കട്ടപിടിക്കാനുള്ള ആസ്പിരിൻ അല്ലെങ്കിൽ ക്ലോപ്രോഗിൽ പോലത്തെ ഗുളികൾ മാത്രമേ ആവശ്യമുള്ളൂ. പ്രത്യേകമായിട്ടുള്ള ശക്തിയേറിയ ബ്ലഡ് ക്ലോട്ടിംഗ് തടയാനുള്ള മരുന്നുകളുടെ ആവശ്യമില്ല. ആക്ച്വലി അതാണ് ടാവിയും ഓപ്പൺ ഹാർട്ട് മെറ്റാലിക് വാൽവ് റീപ്ലേസ്മെൻറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഒരു കൃത്രിമമായ മെറ്റാലിക് വാൽവ് വയ്ക്കുമ്പോൾ ലൈഫ് ടൈമിൽ അവർക്ക് വാർഫറിൻ മുതലായ മരുന്നുകൾ കഴിക്കേണ്ടതുണ്ട്. അതിൻ്റെ ബ്ലീഡിങ് കോംപ്ലിക്കേഷനിലൂടെയൊക്കെ കടന്നു പോകണം. ഈ ടാവി ചെയ്തോടുകൂടി ടിഷ്യൂ വാൽവ് ആകുമ്പോൾ ഇത്തരത്തിലുള്ള ഹെവി ആയിട്ടുള്ള മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. ടാവി ചെയ്തതിന് ശേഷം 1 monthലും 3 monthലും 6 monthലും നമ്മൾ എക്കോ ചെയ്ത് നോക്കും എങ്ങനെയാണ് വാൽവിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത്. യൂഷ്വലി ടിഷ്യൂ വാൽവിന് 10 മുതൽ 12 വർഷം വരെ ലൈഫ് കിട്ടാറുണ്ട്. അപ്പോൾ വർഷത്തിലൊരിക്കൽ എക്കോ ചെയ്ത് ഫോളോ അപ്പ് ചെയ്യാം. ഇനി ആക്ടിവിറ്റിയുടെ കാര്യമാണെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ് നോർമലായ ഒരാൾക്ക് ആക്ടിവിറ്റി ചെയ്യുന്നതിന് ഒരു തടസ്സമില്ല. ശരീരത്തിന് ഉതകുന്ന രൂപത്തിലുള്ള എന്ത് എക്സസൈസോ വർക്കോ കൃഷിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ മരുന്ന് ആസ്പിരിൻ്റെ മരുന്ന് കഴിക്കുക, അതുപോലെ വർഷത്തിലൊരിക്കൽ എക്കോ ചെയ്യുക എന്നീ 2 മോണിറ്ററിങ് മാത്രമേ ടാവി കഴിഞ്ഞാൽ ആവശ്യമുള്ളൂ. ടാവി ആക്ച്വലി ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ പ്രായമായിട്ടുണ്ടെങ്കിലും ഫങ്ഷണൽ കപ്പാസിറ്റി അഥവാ മറ്റ് അവയവങ്ങൾക്കൊന്നും തകരാറില്ലാത്തൊരു വ്യക്തിക്ക് ഒരു രോഗിയായി തുടരേണ്ട ആവശ്യകത ഇല്ല. അതുപോലെ അദ്ദേഹത്തിന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റി തുടർന്നും ചെയ്യാം എന്നുള്ളതാണ് ഈ ടാവി ചികിത്സയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ടാവി ചികിത്സ ആക്ച്വലി ഒരു ടീം വർക്കാണ്. ഇത് ഒരു ഡോക്ടർ ചെയ്യുന്ന വർക്കല്ല. ഈ ടീമിൽ ആക്ച്വലി എല്ലാവരും ഉണ്ട്. കാർഡിയോളജിസ്റ്റ് ഉണ്ട്, കാർഡിയക് സർജനുണ്ട്, കാർഡിയക് അനസ്തെറ്റിസ്റ്റ് ഉണ്ട്, ഈ ടാവി സ്പെഷ്യലൈസ്ഡ്
ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സുണ്ട്, ട്രെയിൻഡ് ടെക്നീഷ്യനുണ്ട്, മറ്റ് റീഹാബിലിറ്റേഷൻ സ്റ്റാഫുണ്ട്. ഈ ഒരു ടീം ഒന്നിച്ച് ഒരേ എനർജിയോടുകൂടി വർക്ക് ചെയ്യുമ്പോഴാണ് ഇത്രയും പ്രായമായ പല അസുഖങ്ങളുമുള്ള പല റിസ്കുകളുമുള്ള രോഗിയുടെ ആ ഒരു റിക്കവറി പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ടാവി ചികിത്സ ആക്ച്വലി വന്നതിന് ശേഷം ഇപ്പോൾ അയോർട്ടിക് സ്റ്റെനോസിസ് എന്നുള്ള ഒരു രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ വളരെ അഡ്വാൻസായി. അതുപോലെ തന്നെ പലപ്പോഴും ഇനി എനിക്കൊരു തിരിച്ചു വരവില്ല, എനിക്ക് പ്രായമായി, എൻ്റെ വാൽവൊക്കെ കേടായി, ഇനി ഞാൻ എങ്ങനെയെങ്കിലും മരിച്ചോളാം എന്ന് പണ്ടത്തെ കാലത്ത് ആലോചിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു ഓപ്ഷനുണ്ട്. ഈ വാൽവുകളും മാറ്റിവെക്കാൻ പറ്റും. ഈ വാൽവുകൾ മാറ്റിവെച്ച് എനിക്ക് ഇനിയും ഒരു ആരോഗ്യപ്രദമായ ജീവിതം സാധ്യമാണ് എന്ന് ആത്മവിശ്വാസം കൊടുക്കുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ടാവിയുടെ അഡ്വാൻസ് കെയർ. താങ്ക് യു വെരി മച്ച്.